ഗൈസ് വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ന് നമ്മളെ ബസ് ആകെ ചളിയിൽ കുടിച്ചു ഗൈസ്. ബാക്കിൽ ബസ് വെച്ചു നമ്മളങ്ങ് ഒരു പുതിയ കാർ എടുക്കാൻ പോകുന്നു ഗൈസ്. ഒരു കാറ് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് അടിച്ച് പോകാം ഗൈസ്. അതിന് മുമ്പ് ഗൈസ് നമ്മളൊന്നും കൂടി പൊട്ടിച്ചു ഗൈസ്. ഇവിടെ ഓടിന് കിട്ടൂല ചക്കിന് പോയി. നീക്ക് കേച്ചിക്കണേ അവിടെ നല്ല ടോപ്പിംഗ് ആണല്ലോ. നമ്മക്കല്ലേ നമ്മളേക്ക് പോയി നമുക്ക് പെട്ടെന്ന് നടത്തില്ല ഗേസ്. നല്ല പണി മാറുന്നു. സ്വിച്ച് ഇവിടെ പോകണം ഗേസ്. ഞാൻ എല്ലാത്തിനും തട്ടിട്ട് പോയി ഗേസ്. എന്താ ഈ വണ്ടി എടുത്ത് വരുമ്പോഴും ഇങ്ങനെ തന്നെ ഗേസ്. പുതിയ വണ്ടിയാണ്. നേരെ അങ്ങോട്ട് പോയ ഗേസ്. നമ്മളെ കൂടെ നമുക്ക് ഒരാളി അവിടുന്ന് നമുക്ക് എടുക്കാം ഗേസ്. അവിടെ നമ്മൾ ബ്രോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗേസ്. എന്താണെന്ന് അറിയില്ല. രണ്ടാമത് ബ്രോ ഗേസ്. നമ്മൾ കൊഞ്ചം ബ്രോ ഉണ്ട് ഗേസ്. അവിടെ എന്താണെന്ന് അറിയില്ല ഗേസ്. ബ്രോ ബസ്സിലായിട്ട് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രോ ഞാൻ കേട്ടു ഗേസ്. ഞാൻ ട്രാവലർ വെച്ച് ഗേസ് ഈ റൂട്ടിന് വന്നു. അപ്പോൾ ഫസ്റ്റിലിട്ടിട്ടും കയറുന്നില്ല. ഇതാണെങ്കിൽ സെക്കൻഡിൽ ഈസി വരുന്നു. ബസ്സല്ലേ നല്ല വലിവുള്ള വണ്ടികൾ. സ്വിച്ച് പോട്ടാണ് ഗേസ്. കൊണ്ട് വുഡിന് കിട്ടില്ല ഗേസ്. അടിയുണ്ടോ തട്ടിയാണ്ട് ഗേസ്. അവിടെ വുഡിന് കിട്ട നല്ല പാട്ട്. അതേതായാലും നമുക്ക് അവിടെ എത്തിച്ചാണ് ഗേസ്. അപ്പോൾ അവിടെ എത്തിച്ചാണ് ഗേസ്. നമ്മൾ ബസ് വേറെ നമ്മളിവിടെ നിർത്തി ഗേസ്. ഏതാ വണ്ടി ഗേസ്? നിങ്ങൾ ബസ് ഗേസ് നമ്മളിവിടെ നിർത്തിക്കണം. മാജോ ടൂറിസ്റ്റ് ഗേസ്. നമ്മൾ വന്നപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ ആ പൊടിയൊക്കെ പിടിച്ചോണ്ട് വേറെ ബസ് എടുത്തു. നമ്മളെ കൊഞ്ചിൻ്റെ ബ്രോൻ്റെ ബസ് എടുത്തു ഗേസ്. മാജോ ടൂറിസ്റ്റ് ആണ് ബസ്സിൻ്റെ പേര്. നമ്മളെ വണ്ടി ഏതാ നിങ്ങൾ ഗസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പോട്ടിൽ 100 രൂപ. ടയോട്ടൻ്റെ ഓരോ രാജ ഫോർച്യൂണാണ് ഗേസ് നമ്മൾ എടുക്കണ്ടേ. നമ്മൾ കൊഞ്ചം ബ്രോ എന്ത് ബ്രോ പൊളില്ല യെസ്. കൊഞ്ചം ബ്രോ ഒക്കെ പൊലി പറിക്കണു അല്ല യെസ്. അപ്പോൾ നേരെ വണ്ടി എടുക്കുക ഗേസ്. ഉല്ലസ്ക്ക് വണ്ടി എടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ മാതിരി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം തുറന്ന് കാണിച്ചു ഗേസ്. കിട്ടി പൊളി ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ലിവറിങ് ഒക്കെ നമ്മൾ ഇതിമ കേച്ച് മോഡിഫിക്കേഷൻ ചെയ്യും ഗൈസ്. കാര്യങ്ങൾ പേടിച്ചിട്ടാ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇതെല്ലാം അടച്ചിട്ട് റേസ് ഇറങ്ങിയ ഗൈസ്. നേരെ പോയ ഗൈസ്. അമ്മച്ചി ഈ വണ്ടി കഴിക്കുന്ന പോയ പുതിയ വണ്ടി. കൊഞ്ചം ബ്രോ ഞങ്ങൾ അതേ വണ്ടി തന്നെയാണല്ലോ. അത് കൊഞ്ചം ബ്രോൻ്റെ അതേ വണ്ടി തന്നെ മെജോ ടൂറിസ്റ്റിനാണ് ഈ പോയത്. എടാ മോനെ അത് ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇത് നാട് കമ്പനി ഉണ്ടാകും. വണ്ടി ഇങ്ങനെ തന്നെയാണ് ബസ്. ബ്രോ പറഞ്ഞിട്ടുണ്ട് ബ്രോൻ്റെ വണ്ടിൻ്റെ എല്ലാ കമ്പനി ഇങ്ങനെ തന്നെയാണ്. കമ്പനിത്തെ എല്ലാ വണ്ടി ഇത് മോഡിഫിക്കേഷനാണ്. ഇത് ഒരു കമ്പനി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഒരു ലിവറിയും ഒരു പേരൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെജോ ടൂറിസ്റ്റിൽ നിന്ന് നമുക്ക് ട്രിപ്പൊക്കെ പോകട്ടെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിട്ട് വേണ്ട. നമുക്ക് പിന്നെ വെള്ളം പോണ്ട പരിപാടി.
എപ്പോൾ പോവാ നമുക്ക് മുമ്പൊന്നും കാണില്ലേ. അത്രക്ക് ഉയരം കൂടി ഉണ്ടല്ലോ, നമുക്ക് പിന്നെ മോട്ടിവേഷൻ ഒക്കെ ചെയ്യണം ഗൈസ്. നമുക്ക് വേറെ കൊടുക്കണ്ടേ മോട്ടിവേഷൻ ചെയ്യാൻ കൊടുക്കണ്ടേ. നേരത്തില്ലല്ലോ മോട്ടിവേഷൻ അച്ചങ്ങം വന്നു. എവിടെ മെഗാ കുറെ പോകുന്നുണ്ട്. എന്നായിക്കും നമ്മള് മെഗാ ടൂറിസ്റ്റിന്റെ വണ്ടിൻ്റെ വേറെ വണ്ടി കണ്ടിന്. വണ്ടി 4-ലിട്ടിട്ട് വലിവില്ലല്ലോ. വണ്ടിക്ക് വലിവില്ലാന്ന് വിചാരിച്ചിട്ടുണ്ട, വണ്ടി കയറും ഗൈസ്. അത്രേ ഉള്ളൂ. അത് ഫോർച്യൂണർ പവറാണ്. ഇവിടെ എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവുക. പോലീസ് ആക്സിഡന്റാ മയത്തു തന്നെ ബാഗ് കൊണ്ടെത്തിക്കണേ. നമ്മളിന്ന് എങ്ങനെ പോകണം? പോലീസ് കിടക്കുന്നുണ്ട്. ഓടിച്ചിട്ട് വണ്ടി ഇതേ പ്രശ്നം നമ്മൾ സോൾവ് ആക്കണല്ലോ. ചാനേക്കണോ വണ്ടി ഇതെത്ര കഴിഞ്ഞു. ഞാൻ സൈഡെടുത്ത് പോണി എന്നെ കൊണ്ട് ചെയ്യും. ഒരു മേലൊക്കെ പിടിച്ചു എന്തായി ആകെ പോണി. നമ്മൾ ഫോർച്യൂണറാണ്, ഓഫ് റോഡിന്റെ രാജാവല്ല. ഓഫറിന്റെ രാജനൊക്കെ വരുന്നു. ഒടിഞ്ഞിട്ട് കിട്ടണം. ഓഫറിന്റെ രാജനുണ്ട്. രാജാവനല്ലോ അമ്മച്ചി കൊഞ്ചു കൊഞ്ചിപ്പോ നമ്മൾ പേടുത്തുന്ന ഇത് രാജാവിനേക്ക് വണ്ടികളോടെ പൊട്ടുന്നു. എന്തെങ്കിലും പൊടിവേ പോയി രാജാവ് ഇന്നും വൈകിടക്കുന്നു. പെട്ടോ ഒരിക്കലും നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് വല്ല അവസ്ഥ. തണുപ്പൂണ്ട് വണ്ടി ഒന്നും പോകാണ്ട് ഒന്നുകൂടെ പെട്ടെന്ന് കത്തിച്ചു പോണ. നമ്മൾ ഇങ്ങനെയൊക്കെയോ ക്രീം പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു ഞടക്കുന്ന കാച്ചൊക്കെ കയറി എത്തുമ്പോഴത്തേന് ഇങ്ങനത്തെ നിച്ചുണ്ട്. ചീയടിച്ചിക്കാൻ അങ്ങനത്തെ ഇതൊക്കെയാണ്. അങ്ങനത്തെയൊക്കെയാണ്. സിഗ്നറെത്തും ഉറപ്പാണ് കണ്ടോണ്ടി. ഞാൻ 1.5 കൊടുക്കണം. ഇവിടെ എപ്പോഴും നോക്കിയായിരുന്നു വണ്ടി ഇവിടെ നിന്ന് പഠിച്ചിട്ട് വണ്ടി എപ്പോൾ ഇവിടെ തന്നെ എത്തി നൈസിൽ. പക്ഷേ ഇവിടെയും കൈസ് വണ്ടികളാണ്. കാരണം ഈ 2 കൊണ്ടും പോയാൽ നമുക്ക് ഓവർടേക്കാൻ ഇത് വെറുതെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ചെറിയ വെറുതെ നിർത്തി.
ഭാഗ്യത്തിന് ഗൈസ് നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഓഫ് റോഡിന്റെ പുല്ലാണ് ഗൈസ്. മെയിൻ പേരുണ്ട് കയറ്റം വളവ്. നല്ല വളവാണ് കയറ്റത്തിലൂടെ മുന്നോണ്ടി വണ്ടി അങ്ങനെ ഇങ്ങനെ നോക്കില്ലേ ചൊരം. നല്ല വൈബാണ് ഇതിങ്ങനെ പോകാൻ. തട്ടിടല് നോക്കി സ്കൂളൊക്കെ ഇല്ലെങ്ങനെ റോഡുകൂടി പുതിയ വണ്ടി ഒരാളും വരരുത് ഡേസ്. പുതിയ വണ്ടി ചേസ് ഇതിൽ കൂടി നമ്മൾ എങ്ങനെ കറിയെത്തും. പുതിയ വണ്ടിയാണ് സ്ഥലമുണ്ട്. കുറേ ലോറികളൊക്കെ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുന്ന വല്ല പോകണം. നമ്മുടെ സ്പീഡ് പോയാൽ ഇങ്ങനെ കുടുങ്ങണ കുറേ സ്ഥലത്ത് ഇവിടെ കുടുങ്ങി കിടക്കുന്ന വണ്ടികളൊക്കെ. ഓരോ വണ്ടികൾ നിർത്തിയിട്ട് നമ്മളെ വണ്ടി ഓഫറിൻ്റെ അതൊന്നും നോക്കാൻ ഇവിടെ വെല്ല പോന്നാൽ മതിയേ. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ തന്നെ വെല്ല പോകണം. അല്ലെങ്കിൽ ഇവിടെ വണ്ടിയൊക്കെ കുറേ കുടുങ്ങുന്നുണ്ട്. മഴ കഷ്ണമൊക്കെ ഒന്നാമത് മഴക്കാലല്ലേ അതുകൊണ്ടാണ് ഇതുവരെ എത്താൻ വണ്ടിൻ്റെ മുമ്പൊക്കെ പോയിക്കണേ. അതിന് മുമ്പ് വേണ്ടേ മുമ്പ് പോയിപ്പിച്ചതിനേക്ക് നമ്മൾ പൈസ അത് നല്ല പുകി പോയാലേ വണ്ടിന് പോകുന്ന നല്ല സ്പീഡ് പോയിട്ടും വല്ല പോകണ്ട. നോക്കിയ ഇന്ന് കയറ്റം കൂടിയും പോലീസ് വണ്ടി കുറെ കുടുങ്ങി എടുക്കുന്നു. മുമ്പിലൊരു ഫോർച്യൂണർ കിടക്കുന്നു. നമ്മളതേ ബ്രാൻഡ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ആരെ സൈഡ് കൂടി ചേർച്ച ഇതിൻ്റെ അടിയിൽ ഒരു കയറ്റം കൂടി നമ്മളെ വണ്ടി കയറ്റുന്ന കുറെ തള്ളിയൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ എത്തൂലേ കേറട്ടെ ബാഹുബലി ഇവിടെയും കുറേ നമ്മളെ ഇവിടെ കല്ലോ നമ്മളെ പോർച്ചുഗൽ അതിനൊക്കെ മാതൃകയായി കയറി പോയി. എനിക്കിത് ഇതിന് കിട്ടുക ബസ്സിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഡേയ്സ്. ഞാൻ ബസ്സിൽ കഴിച്ചപ്പോൾ ഇതിൻ്റെ മോഡും ഒക്കെ എടുത്തിട്ടുണ്ട്.
നല്ല പോക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇങ്ങനെയൊക്കെ പോകണം. ഇവിടെ കുടുങ്ങിയ ഗൈസ് നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല പണി ഗൈസ്. നമ്മളെ വണ്ടിയൊക്കെ നമ്മുടെ എന്താ ഭാഗ്യത്തിനൊക്കെ കയറിയിട്ടുണ്ട്. ഓഫിടിൻ്റെ മാനം കളയാനും വേണ്ടി ഗൈസ് ഒരു ഫോർച്യൂണർ വയ്ക്കാം. മച്ചി നെവാമായിട്ട് പോയ റോഡാണ്. നെവാമാട്ടിൻ്റെ അടുത്ത് നോക്കിയാൽ മതി ഗൈസ്. നമ്മളിതിൻ്റെ കുറച്ച് വരെ പോകില്ല ഗൈസ്. ഇവിടെ തന്നെ നമ്മളെ കൂടെ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് വരെ പോകുള്ളൂ. എൻ്റെ റിവേഴ്സ് ഇറങ്ങി കയറിപ്പോന്നു ഗൈസ്. ഓവറിൻ്റെ വണ്ടിക്ക് ഗൈസ് ഈ ഫോർച്യൂണാണോ ഗൈസ് ഗൈസ് ആ ഫോർച്യൂണർ ഗൈസ് കയറി വന്നെങ്കിലും ഈ ഫോർച്യൂണർ ഗൈസ് നല്ല പവർ ഗൈസ്. അത് നമ്മൾ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗൈസ് ഈ റോഡ് കൂടി കൊടുന്നത് തന്നെ എന്താ പവർ ഗൈസ്. സമ്മതിച്ചു ഗൈസ്, സമ്മതിച്ചു. ടൊയോട്ട ഫോർച്യൂണർ സമ്മതിച്ചു ഗൈസ്. ടൊയോട്ട ഇന്നോവ വരെ കുടുങ്ങി കിടത്തത് മാത്രം കഴിച്ച് പോണ കേസ് ഫോർച്യൂണർ കേസ് നമ്മൾ സമ്മതിച്ചു. നമ്മൾ ഏതൊക്കെ വണ്ടി എടുക്കണം ഈ റോഡ് കൂടി പോകണമെന്ന് നമ്മൾ കമൻറ്റ് ചെയ്യണം കേസ്. പെട്രോൾ 49 ലിറ്റർ. ഈ റോഡ് കൂടി നമ്മൾ വല്ല പോലെ കേസ് ബസ് എടുത്ത് വരണോ എങ്ങനെ എടുത്ത് വന്നാലും കേസ് ഈ റോഡ് കൂടി നമ്മൾ ഏത് വണ്ടി പോകണമെങ്കിലും പോകും കേസ്. എത്ര വണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഫോർച്യൂണർ അതിനൊക്കെ മാതൃക കേസ്. വണ്ടി കയറുന്നു. ഓ ഇവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏത് വണ്ടി എടുത്താലും ഗൈസ് നമ്മൾ ഈ റോഡിൽ പോകും. അത് നല്ല വണ്ടിയാണോ നിങ്ങൾ നീ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിൽ കൂടി ഈ റോട്ടിൽ കൂടി ഇനി ഏതൊക്കെ വണ്ടി കൊണ്ടുവരണം ഏത് വണ്ടി കൊണ്ടുവരണം എന്നൊക്കെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പെരത്താനായിക്കണം ഗൈസ്. പെരഞ്ഞ് കുറച്ചിന് പോയ സ്ഥലത്ത് നമ്മൾ ഈ വണ്ടിയെ മോഡിഫിക്കേഷൻ ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് പെരത്തായി എത്തിച്ചില്ല ഗൈസ്. ഇനിയും പോണത് എൻ്റെ കാക ഗൈസ്. ആദ്യം നമ്മൾ ഗൈസ് വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കുന്നു ഗൈസ്. നമ്മൾ പിന്നെ കുറച്ചേരം ഗൈസ് ഹൈക്കോടെ വണ്ടി കൊത്തി കൊല്ലാത്ത റോഡ് ഈ സൈഡിൽ ഇങ്ങനെ ഇതാറുണ്ട് ഗൈസ്. നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. കഷ്ണൊക്കെയാണ് ഗൈസ്. കണ്ട വണ്ടിക്ക് നിൽക്കണമൊക്കെ ഇവിടെ ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഈ ബൈക്കിൽ പോകും. സ്ഥലം ഏകദേശം എത്താനായിരിക്കും ഗൈസ്. അതാ കിടക്കും ഗൈസ്. സോറി വന്നല്ല ഗൈസ്. ഇവിടെ ആഴ്ച ആണല്ലോ ബ്രോ. വണ്ടി ഇവിടെ ഇടാൻ പറഞ്ഞത്. പിന്നെ ബ്രോ ഒന്ന് എടുത്തോളും. അതുവരെ വരാൻ നല്ല പാടാണ് അത്ര. നമ്മളെ വീട് ഇതാ ഈ കണ്ട ആളെ ഒരു വെള്ളപ്പര കണ്ടില്ലേ നീലപ്പര ഉണ്ട. ഇതാണ് നമ്മളെ വീട്. ഈ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബ്രോ വണ്ടി ഇടാൻ പറഞ്ഞത്. ബ്രോ അല്ല ഇങ്ങനെ ലൊക്കേഷൻ വെച്ചിരിക്കും. ബ്രോ ലൊക്കേഷൻ വെച്ചിരുന്നു ഇവിടെ ഇവിടെ വെച്ചാണ് കുറച്ചൊന്ന് പോകണം.
പറഞ്ഞു കേസ്. അപ്പം നേരെ നമ്മൾ ഗരേജൊക്കെ എത്തി കേസ്. താൻ ബ്രോ പറഞ്ഞ ഗരേജ് ഒന്ന് നേരെ വണ്ടി ഗരേജ് എത്തിച്ചില്ല. ബ്രോ പറഞ്ഞു വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേസ്. റിപ്പയർ ചെയ്ത് നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വാങ്ങുന്ന കേസ് ഇവിടുന്ന് വണ്ടികളെ കിടക്കുന്നുണ്ടോ? ഇതുണ്ട് കോർണർ റേറ്റിനീസ് മെഗാ ഓഫർ ഉണ്ട്. ഇവിടെ പറഞ്ഞ നമ്മളെ വണ്ടി ഇതാണ് കേസ്. ഏതായാലും കേസ് 25,000 റുപ്യൻ്റെ റിപ്പയറിങ് പണി, 25,000 റുപ്യക്ക് റിപ്പയറിങ് പണി. പിന്നെ മറ്റേതൊക്കെ ഉണ്ടാവും കേസ്, ലിവറൊക്കെ കേസുണ്ടാവും. ഏതായാലും അപ്പം ഇന്നത്തെ എത്രയുള്ളൂ, നമ്മൾ ഗാരേജൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ.